ഹേ എവരിബഡി വെൽക്കം ബാക്ക് ടു ചാനൽ ഫ്രണ്ട്സ്. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് നിതിൻ, കൂടെ മെജോം ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്നു. ആൻഡ് ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കുറേ കണ്ടൻസ് ഈ ചാനലിൽ വരുന്നതാണ് പോപ്പ് കൾച്ചർ റിലേറ്റഡ് ആയിട്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ ഒരു വാച്ച് ലിസ്റ്റ് ആണ് ഇന്നത്തെ വീഡിയോ. ആപ്പിൾ ടി വിയിലുള്ള ഷോസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ആപ്പിൾ ടി വിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഇത് ആകെയുള്ളൊരു ടെക് കമ്പനിയാണ് അവരുടെ സ്വന്തമായിട്ട് സ്ട്രീമിംഗ് ചാനൽ ഉള്ളത്. സോ ആപ്പിൾ ടി വിയിലത്തെ ഷോസിനെ പറ്റി പറയുകയാണെങ്കിൽ ഏകദേശം കുറേയൊക്കെ കിഡിലൻ ആയിട്ടുള്ള ഷോസ് ഒക്കെ തന്നെയാണ്. പല ജോൺറയിലുള്ള ഷോസ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ സൈഫൈ റിലേറ്റഡ് ആയിട്ടുള്ള 3 നല്ല ആപ്പിൾ ഷോസിനെ പറ്റിയിട്ടാണ്. സോ ഇത് എന്തായാലും ഒരു മസ്റ്റ് വാച്ച് പോലത്തെ ഒരു ലിസ്റ്റ് തന്നെയാണ്. കാരണം ഈ 3 ഷോസും കിഡിലൻ ഡിഫറൻ്റ് ആയിട്ടുള്ള കഥകളും അവരുടെ സെറ്റിങ്സും ഒക്കെ ഉള്ളതാണ്. സോ അതായത് നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാണ്ട് തന്നെ വേഗം ഈ സീരീസുകളെ പറ്റിയിട്ടൊന്ന് അറിയാം. ആദ്യത്തെ ഷോ ആണ് സെവറൻസ്. നമ്മൾ കുറേ പേര് വർക്ക് ചെയ്യുന്ന ആ ഒരു പ്രഷറും കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ വന്നാലും അത് എക്സ്പീരിയൻസ് ചെയ്യും. അതായത് ഒരു വീക്കെൻഡ് നമുക്ക് നന്നായിട്ട് അടിച്ചു പൊളിക്കാൻ പറ്റാണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ, അതായത് ആ ഒരു വർക്കിനെ പറ്റിയിട്ടുള്ള ചിന്തകളും അത് ഫിനിഷ് ചെയ്യേണ്ടതും കംപ്ലീറ്റ്ലി അങ്ങനെ ഒരു സംഭവം. അപ്പോൾ ഈ ഒരു ഷോയില് ഇതിനുള്ളൊരു സൊല്യൂഷൻ പോലെയാണ് കാണിക്കുന്നത്. അതായത് ഒരു വർക്ക് വേർഷൻ ഉണ്ടാവും നിങ്ങൾ. അതായത് ആ വർക്ക് പ്ലേസിൽ പോകുമ്പോൾ നിങ്ങൾ വർക്കും കാര്യങ്ങളും മാത്രം ചെയ്യും. പിന്നെ നിങ്ങളുടെ ഒരു റിയൽ വേർഷൻ ഉണ്ടാവുന്നത് ഈ വർക്കിനെ പറ്റിയിട്ടുള്ള ഒരു ചിന്തകളും ഈ ഒരു റിയൽ വേർഷനിൽ ഉണ്ടാവില്ല. നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് നിങ്ങളുടെ വീട്ടിലുള്ള ഡേയും അതുപോലെ തന്നെ വീക്കെൻഡും ഒക്കെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. ഈ ഒരു ഷോ സെവറൻസിന്റെ ഒരു പ്രെമൈസ് എന്ന് പറയുന്നത് ഇതാണ്. ഇതില് ആഡം സ്കോട്ട് എന്ന ആക്ടർ മാർക്ക് സ്കൗട്ട് എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിനെയാണ് ചെയ്യുന്നത്. ഈ ഒരു ക്യാരക്ടർ ലുമോൺ ഇൻഡസ്ട്രീസിന് വർക്ക് ചെയ്യുകയാണ്. അങ്ങനെ സെവറൻസ് എന്ന് പറഞ്ഞ ഈ ഒരു പ്രൊസീജിയർ അണ്ടർഗോ ചെയ്യുന്നു. ഈ ഒരു പ്രൊസീജിയർ വെച്ചിട്ട് ഒരു ചിപ്പ് ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഇംപ്ലാന്റ് ചെയ്യുന്നതാണ്. ഈ ചിപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു വർക്കിന്റെ അറ്റ്മോസ്ഫിയറിലേക്ക് എത്തുമ്പോൾ വർക്ക് കോൺഷ്യസ് ആയിട്ട് വർക്ക് മാത്രമാണ് ചെയ്യുക. ആ ഒരു ബിൽഡിങ്ങിന് പുറത്തുള്ള ഒരു കാര്യം മൈൻഡിലേക്ക് വരില്ല. അപ്പോൾ നേരെ തിരിക്കുകയാണെങ്കിൽ പേഴ്സണൽ ലൈഫിലേക്ക് വരുമ്പോൾ വർക്കിന്റെ ഒരു സംഭവം ഇദ്ദേഹത്തിന് അറിയില്ല. എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ ഈ ഒരു വർക്കിന്റെ കുറെ മിസ്റ്ററീസും കാര്യങ്ങളും തന്റെ റിയൽ ലൈഫിലേക്കും വന്നു തുടങ്ങുകയാണ്. അതാണ് ഈ ഒരു ഷോവിന്റെ പിന്നെ ബാക്കി ഉള്ള ഒരു കഥ പോകുന്നത്. ഈ ഒരു ഷോയില് ആ ഒരു സൈഫൈ സാധനങ്ങളും അതുപോലെ തന്നെ വർക്ക് പ്ലേസിലുള്ള കോമഡിയും അവിടെയുള്ള നഷ്ടങ്ങളും പിന്നെ കുറെ ത്രില്ലിംഗ് ആയിട്ടുള്ള മൊമെന്റ്സ് ഒക്കെ കൂടി അടങ്ങിയിട്ടുള്ള ഒരു മിക്സ് ആണ് ഈ ഒരു ഷോ. കറന്റ്ലി ഈ ഒരു ഷോന്റെ 2ാം സീസണാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഷോ ആണ് സൈലോ. ഇതില് ഒരു ടോക്സിക് ഫ്യൂച്ചറിൽ നടക്കുന്ന ഒരു സംഭവമാണ്. ഒരു 144 അടി വലിപ്പമുള്ള അണ്ടർഗ്രൗണ്ടിലുള്ള ഒരു സൈലോയില് 10,000 കണക്കിന് ആൾക്കാരുകൾ നിൽക്കുന്നതാണ്. അവര് അവിടെ ആ ഒരു സൈലോയുടെ കുറച്ച് നിയമങ്ങളുടെ അണ്ടറിലാണ് ജീവിക്കുന്നത്. നിയമങ്ങൾ എന്ന് പറയുമ്പോൾ അവരെ പ്രൊട്ടക്ട് ചെയ്യാനും അതുപോലെ തന്നെ അവരെ ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്താനുമാണ് ഈ നിയമങ്ങൾ ഉള്ളത് ആ സൈലോവിന്റെ അകത്ത്. അങ്ങനെ ജൂലിയറ്റ് നിക്കോൾസ് എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിനെ ആ ഒരു സൈലോയിലത്തെ ഷെറിഫായിട്ട് തിരഞ്ഞെടുക്കുന്നു. അവിടെ നിന്ന് പിന്നെ കാര്യങ്ങൾ മാറുന്നതാണ്. അതായത് ആ സൈലോയിലുള്ള ആൾക്കാരുടെ ജീവിതങ്ങളിൽ കുറെ മാറ്റങ്ങൾ വരുന്നു. ഇതൊരു സൈഫൈ ഷോ ആയതുകൊണ്ട് തന്നെ ഇതിലത്തെ സെറ്റ് ഡിസൈൻ, ഒബ്വിയസ്ലി ഇതിലത്തെ സെറ്റ് ഡിസൈനെ പറ്റിയിട്ട് പറയണം. ആ ഒരു സൈലോന് ലൈഫ് കൊടുത്തേക്കുന്നത് തന്നെ, അതായത് അത്രയും നിലകളും അതില് ചില നിലകളിൽ ഫാമിംഗ് നടക്കുന്നതും എഞ്ചിനീയറിംഗ് നടക്കുന്നതും ഒരു കിഡിലൻ രീതിയിൽ തന്നെയാണ് ആ ഒരു സെറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതില് അഭിനയിച്ചവരുടെ കാര്യം എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഇതിലെ ആ ഒരു പ്രധാന കഥാപാത്രമായ ജൂലിയറ്റ് നിക്കോൾസ് ആയിട്ട് റെബക്ക ഫെർഗൂസൺ ആണ് അഭിനയിക്കുന്നത്. ഈ ഒരു ആക്ട്രസിനെ നമുക്ക് മിഷൻ ഇമ്പോസിബിൾ കണ്ടിട്ടുണ്ട്. പിന്നെ പറയാനുള്ള ഒരു ആക്ടർ അതിലത്തെ ഒരു മേയർ ആയിട്ട് അഭിനയിച്ചേക്കുന്നതാണ് ടിം റോബിൻസ്. ഷോഷാങ്ക് റിഡംപ്ഷനിൽ അഭിനയിച്ചിട്ടുള്ള ആക്ടറാണ്. ഇവര് ഔട്ട്സ്റ്റാൻഡിംഗ് തന്നെയാണ് അവരുടെ റോളുകൾ ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിൽ പറയാനുള്ളത് ഓഫ് കോഴ്സ് ആ ഒരു ഗവൺമെന്റിന്റെ കൺട്രോളൊക്കെയാണ്. പൊതുവേ നടക്കുന്ന കുറെ കാര്യങ്ങൾ. ആൾക്കാരുകളെ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നതും, അവരെ ഡോമിനേറ്റ് ചെയ്യാൻ നോക്കുന്നതും, പിന്നെ സത്യങ്ങളെ പറ്റി അറിയാൻ വേണ്ടി മനുഷ്യന്മാര് കുറെ അലയുന്നതും, അതായത് കുറെ ട്രൂത്തുകളൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള കുറെ സംഭവങ്ങൾ ചെയ്യുന്നതും, അതുപോലെ തന്നെ മനുഷ്യത്വത്തിന്റെ ആ ഒരു സ്പിരിറ്റ് കാരണം കൊണ്ട് തന്നെ അവര് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കുറെ നോക്കുന്ന കുറെ കാര്യങ്ങളാണ് ഈ സീരീസിൽ നമുക്ക് കാണാൻ പറ്റുക. കറന്റ്ലി ഇതിന്റെ 2ാമത്തെ സീസണാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ലിസ്റ്റിലുള്ള അവസാനത്തെ ഷോ ആണ് ഫോർ ഓൾ മാൻകൈൻഡ്. ഈ ഒരു ഷോനെ പറ്റിയിട്ട് പറഞ്ഞാൽ ഇതൊരു ആൾട്ടർനേറ്റ് ഹിസ്റ്ററിയാണ്. അതായത് ഇപ്പോൾ അടുത്ത് നമ്മുടെ മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള ആസിഫ് അലിയുടെ പടമായിട്ടുള്ള രേഖാചിത്രം, അതൊരു ആൾട്ടർനേറ്റ് ഹിസ്റ്ററി കഥയാണ്. അത് ഹിസ്റ്ററി കുറേയൊക്കെ റിയൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും, പക്ഷേ അതിൽ കുറച്ച് മാറ്റങ്ങളുണ്ടാവും. അതായത് ഇതില് വാട്ട് ഇഫ് റഷ്യയിലത്തെ ആൾക്കാരാണ് ആദ്യമായിട്ട് ചന്ദ്രനിൽ ലാൻഡ് ചെയ്തിരുന്നെങ്കിൽ എന്തായിരിക്കും സ്പേസിന്റെ ആ മേഖലയിലുള്ള ഡിഫറൻസ് എന്നാണ് ഈ ഒരു ഷോയിൽ പറയുന്നത്.
ഇത് ഒരു ആൾട്ടർനേറ്റ് ഹിസ്റ്ററിയുടെ കഥയാണെങ്കിലും ഇതിലുള്ള കുറെ ക്യാരക്ടേഴ്സ് ഒക്കെ നമ്മൾ പഠിച്ചതും കേട്ടിട്ടുള്ള ആൾക്കാരും ഒക്കെയാണ് ഈ ഒരു ഷോയിൽ കാണിക്കുന്നത്. ഈ ഒരു ഷോയിൽ ഓരോ സീസണും ഒരു 10 വർഷത്തെ ഗ്യാപ്പിലാണ് നടക്കുന്നത്. അതായത് 10 വർഷത്തിന്റെ ഗ്യാപ്പിന്റെ ഇടയിലാണ് ഓരോ സീസണും പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലുള്ള ഓരോ സീസണിലും ഇതിലുള്ള ക്യാരക്ടേഴ്സിന്റെ പ്രായം വ്യത്യാസം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്രസ്സിംഗ് സ്റ്റൈല്, പിന്നെ കാറുകളും ടെക്നോളജിയും അങ്ങനെ കുറെ ഡിഫറൻസുകൾ നമുക്ക് കാണാൻ പറ്റും ഓരോ സീസണിലും. ഇതിലത്തെ ഒരു പ്രധാന ക്യാരക്ടറാണ് എഡ്വേർഡ് ബാൾഡ്വിൻ. ജോൽ കിന്നമനാണ് ഈ ഒരു ക്യാരക്ടറായിട്ട് അഭിനയിക്കുന്നത്. ജോൽ കിന്നമനെ നമ്മൾ സൂസൈഡ് സ്ക്വാഡിൽ കണ്ടിട്ടുണ്ട്. ഇദ്ദേഹം നാസയിലുള്ള ഒരു ആസ്ട്രോനോട്ട് ആണ്. അപ്പൊ ഇതാണ് ഇതിലത്തെ ഒരു മെയിൻ ക്യാരക്ടറായിട്ട് ഈ ഒരു ഷോല്. ഈ ഒരു ഷോല് ഒരു സംഭവം കാണിക്കുന്നത് നമ്മള് സ്പേസ് ട്രാവലേഴ്സ് ആയിട്ടുള്ള ഒരു മൊമെന്റ് കാണിക്കുന്നത്. അതായത് അത് ഓരോ സംഭവങ്ങൾ യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. ഈ ഒരു ഷോയിൽ ഓഫ് കോഴ്സ് ആ ഒരു ആൾക്കാരുടെ ആർത്തി, ആ ഒരു അത്യാർത്തി ഗ്രീഡും സാക്രിഫൈസും ഇതൊക്കെ തന്നെയാണ് കാണിക്കുന്നത്. പിന്നെ ഹ്യൂമാനിറ്റിയുടെ മെയിൻ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇന്നോവേറ്റ് ചെയ്യുക എന്നുള്ളത്. അതിനെ പറ്റിയിട്ടൊക്കെയാണ് ഈ ഒരു ഷോയിൽ മെയിനായിട്ട് കാണിക്കുന്നത്. കറന്റ്ലി 4 സീസൺസ് ആണ് റിലീസ് ചെയ്തിരിക്കുന്നത്. സോ ഈ 3ഉം ഒരു കിഡിലൻ ആയിട്ടുള്ള സൈഫൈ ആപ്പിൾ ഷോസ് ആണ്. നിങ്ങളെന്തായാലും കണ്ടു നോക്കുക. കണ്ടവരാണെങ്കിൽ അതിനെ പറ്റിയിട്ട് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. സോ ദിസ് ഇസ് ദ ലിസ്റ്റ് വി റെക്കമെൻഡ്. നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് പൂളിന്റെ ഒരു വാച്ച് ലിസ്റ്റ് ആണ്. നമുക്ക് മുമ്പും കുറെ വാച്ച് ലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഷോർട്സ് സെക്ഷനിലാണെങ്കിലും മെയിൻ വീഡിയോസിലാണെങ്കിലും നിങ്ങൾക്ക് അത് പോയി ചെക്ക് ചെയ്യാം. സോ ഇനിയും കുറെ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. സോ ടേക്ക് കെയർ ഗൈസ്.